കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചു. അതായത് ഇവിടെ ഈ ആളുകൾ തമ്മിലുള്ള ബന്ധം, അവർ കൂടുതലും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കപ്പിൾസ് തമ്മിലുള്ള പ്രേമം, സ്നേഹം, ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്നുവെച്ചാൽ ഇവർക്കൊക്കെ ഇവരുടെ പാർട്ട്ണറുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളാൽ പലതും നടക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അങ്ങോട്ട് എൻഗേജ് ആവുന്നില്ല, അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ അറിയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പ്രശ്നം എവിടെയാണെന്നറിയോ? ഈ പറയുന്ന മനുഷ്യരില്ലേ, ഇവരെല്ലാവർക്കും ഇവർക്ക് ഒരാളോടല്ല, അവർക്ക് മൊത്തത്തിൽ പലരോടും റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ളവരാ. ഫ്രണ്ട്സ് കുറവായിരിക്കും, ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെയും ശരിയാകത്തില്ല. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് അപ്പോൾ ഒരു എന്താ പറയുക, അത് പെണ്ണായാലും എന്താ ആണായാലും എന്താ, അവർക്കത് എൻ്റർടൈൻ ചെയ്യാൻ അറിയാതായി പോകുന്നു. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മനുഷ്യരോട് ഇടപെടേണ്ടി വരും. അത് പക്ഷേ കൊച്ചിലോട്ട് ഇടപെടേണ്ടി വരും, സ്പോർട്സ് ഗെയിംസ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. ഇത് മനുഷ്യരോട് മാത്രമല്ല റിലേഷൻഷിപ്പ്, ഇവിടെ ഈ ഭൂമി ജീവിക്കുന്ന ഒരു ജീവി, ഒരു സ്പീഷീസ് എന്ന നിലയ്ക്ക് നമുക്ക് മറ്റ് പല സാധനങ്ങളോടും ആ റിലേഷൻഷിപ്പ് വെക്കേണ്ടി വരും. നമ്മുടെ അബദ്ധം കൊണ്ട് മരിക്കുന്നുണ്ട്, വിശന്നാൽ കൊന്നു തിന്നുന്നുണ്ടെന്നുള്ള മാത്രമല്ല, അതേ ഉള്ളൊരു പ്രശ്നം. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂട്ടർ എടുത്ത് പെട്ടെന്ന് അട്ടയെ കാണുന്നുണ്ട്. ഞാൻ അട്ട ഇങ്ങനെ താഴോട്ട് നോക്കുന്നതുകൊണ്ടാണ് അട്ടയെ കണ്ടത്. അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയില്ല, നമ്മളൊന്ന് മാറ്റിക്കൊണ്ടുപോകും. തവളയുടെ മുകളിൽ കയറാൻ നോക്കണം. ഇത് നേരെ കയറി വേറെന്തൊക്കെ ആലോചിച്ച് നിങ്ങൾ പോയിരുന്നെങ്കിലും ഞാൻ മുന്നോട്ട് ഭയങ്കര വിഷനുള്ളതാണ്, എനിക്ക് മുന്നോട്ട് ഭയങ്കരമായ കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഇവിടെ കിടക്കുന്നൊക്കെ ചത്തുപോകും. ചുമ്മാ ഒരട്ടയെങ്കിൽ ഒരട്ട ചുമ്മാ താഴെ നോക്കി രക്ഷപ്പെട്ടെന്നേ എന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ കണ്ടുപോയി. ചുമ്മാ ഇങ്ങനെ താഴോട്ട് നോക്കി, അത്രേ ഉള്ളൂ. നടന്നു പോകുമ്പോഴും നമ്മൾ താഴെയൊക്കെ നോക്കി നടക്കണം. മറ്റേ ജെയിനിസൊക്കെ പറയുന്ന പോലെ ചെരുപ്പിടാതെ നടന്ന് ഭയങ്കര ഇഷ്ടമൊന്നും കാണിക്കലല്ല ഞാൻ പറഞ്ഞത്. ചുമ്മാ ഒന്ന് നോക്കിയേക്ക്. ഞാനല്ലേ ഒരു കരച്ചിൽ കേൾക്കുക, എവിടെന്നോ ഒരു പട്ടി കിടന്ന് കരയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ കരയുവാണല്ലോ, അതെന്തിനായിരിക്കും കരയുന്നത്? ഒരു കുഞ്ഞ് കിടന്ന് കരഞ്ഞാലോ ഒരു മനുഷ്യൻ കിടന്ന് കരഞ്ഞാലോ നമ്മൾ നോക്കത്തില്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്നു, അല്ലെങ്കിൽ കുരുങ്ങി കിടക്കുന്നു, നമ്മളതിനെ അഴിച്ചങ്ങ് വിടുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ മൃഗങ്ങളോടും പശുക്കളോടും ഒക്കെ ആ റിലേഷൻ ഉണ്ട്. നമ്മളെ കാണുമ്പോൾ ഒരു പട്ടി ഓടത്തില്ല, ഒരു പശു ഓടത്തില്ല, ഒരു ആടും പേടിക്കത്തില്ല. എന്തിന്? കാക്കയോ പ്രാവോ വല്ലതും ഒക്കെ വന്ന് കണ്ട് പറന്നു പോയതുകൊണ്ട് ഒരു ശല്യമില്ല. എന്നെ കണ്ടു പേടിച്ചു. അതിപ്പോൾ ഇവിടെ തിന്നാലും എന്നെ കണ്ടു പേടിക്കത്തില്ല, കാരണം ഞാൻ ആ രീതിക്കല്ല, ബോഡി ലാംഗ്വേജ് അതല്ല. പിന്നെ ഇങ്ങനെ ഇടപെടുന്ന ആളുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്പോർട്സ് ഗെയിംസ് ആക്ടിവിറ്റീസിലാണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ റിഫ്ലക്സ് ഒക്കെ നല്ലപോലെ മാറുന്നതും അവിടെയൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു രീതിയിൽ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ ആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടീം സ്പിരിറ്റ് ഉണ്ടാവും. ഈ ടീം സ്പിരിറ്റ് എന്താണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവരിപ്പോൾ ഇതെല്ലാം മറന്നിട്ട് ഇതൊന്നും ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത മനുഷ്യർ, അവർക്ക് മനുഷ്യരോട് ഇടപെടുമ്പോൾ പ്രശ്നമുണ്ട്, അല്ല പല കാര്യങ്ങളും ചെയ്യാൻ നേരത്ത് പ്രശ്നമുണ്ട്, അല്ല ഇതൊക്കുന്നില്ല, ആസ്ട്രോളജി നോക്കിയാൽ മതി എന്നാണ് കുറേ ആസ്ട്രോളജിക്കാർ വന്നിപ്പോൾ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കാർ. അത് ഇത്തിരി സംഭവങ്ങളൊന്നും ഇല്ലാതായി പോയാൽ കുറച്ച് ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ഈ സാധനം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ കുറച്ചേറെ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. ഇത് മനുഷ്യരോട് കയറി ഇടപെട്ടെ എന്നുകൊണ്ട് വിശേഷം സുഖമാണ് മറ്റേത് ഓരോരുത്തർ പറഞ്ഞു വിടും, ഇങ്ങനെ ചോദിക്കുക അങ്ങനെ ചോദിക്കുക, അതല്ലത്, അത് പോരാതെ വരും. പിന്നെ ഈ എക്സസൈസ് പോലത്തെ കാര്യങ്ങൾ, ഡയറ്റ് പോലത്തെ കാര്യങ്ങൾ, ബ്ലഡിൽ ഈ പറഞ്ഞ പോലെ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതെ കിടന്നുകൊണ്ട് ഓരോരുത്തർ ഇവിടെ നിന്ന് കഥ പറയുക, മന്ത്രവാദവും കൂടോത്രവും പ്രാർത്ഥനയും. ഈ ഡിപ്രഷൻ പോലത്തെ സാധനമൊക്കെ ഉണ്ടായി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന്. അപ്പോഴാണ് ഇതൊന്നും നോക്കാതെ കഥയും പറഞ്ഞ് കുറേ എണ്ണം നടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ വളരെ കുറച്ച് പേരെ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നവരും അല്ലാതെ ഈ പ്രീസ്റ്റോ സ്വാമിയോ എന്ത് കോപ്പടയാണെങ്കിലും ഈ ഒരു സൈഡിലോട്ട് ചിന്തിക്കുന്നേ ഇല്ല. ഇത് എനിക്കൊരു പ്രാവശ്യം വന്നപ്പോൾ ഞാനിത് മനസ്സിലാക്കി. എന്നാലോ ഇതേ പ്രശ്നമുള്ളവരാരും പരസ്പരം പറയുന്നില്ല. എന്തുകൊണ്ട് അവർ പറയാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, അവർക്ക് റിലേഷൻഷിപ്പ് അറിയത്തില്ല എന്താണ്. ഇത് എൻ്റെ പോലെ തന്നെ ശരീരമാണ് അപ്പുറത്തിരിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് കത്തും അടിച്ചും ഇവിടെ ഭയങ്കര എന്തോ മനുഷ്യനെ ഉണ്ടാക്കാൻ ഇറങ്ങിയ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അവർക്ക് അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായതുപോലും അവർ മറ്റൊരാൾക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കാതെ ജീവിക്കുന്നവരാണ്. മനസ്സിലായോ? ഇപ്പോൾ എനിക്കൊരു അറ്റാക്ക് ഉണ്ടായി, അപ്പോൾ തന്നെ ഞാനിത് മനസ്സിലാക്കി. എനിക്കിപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുന്നിടത്ത് ഒരാൾ അവിടെ കിടക്കുകയാണ്, പേടിച്ച് കിടക്കുകയാണ്, അവിടെ പേടി മുഴുവൻ മാറും എന്നെ കണ്ട. അല്ലെങ്കിൽ അതുമല്ല, ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ വെറുതെ കാണുന്നതോട് ഞാൻ പറയും, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ, ഷുഗറൊക്കെ കൂടും. ഞാൻ വെബ്സൈറ്റ് കുടിച്ചിട്ട് എനിക്ക് ഷുഗർ കൂടിയത്, എനിക്ക് ഡയബറ്റിക് ആയിപ്പോയി. അപ്പോൾ എന്താ, ഞാൻ ബാക്കിയുള്ളവർ കാണുമ്പോൾ പറയും. പക്ഷേ എനിക്ക് ഈ ഒരു പ്രായത്തിൽ നമുക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ലായിരിക്കും, ചിലപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കത്തില്ലായിരിക്കും. പക്ഷേ ഇത് സംഭവിക്കുന്ന എഡ്യൂക്കേഷൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. കാരണം പാരമ്പര്യമായിട്ടുള്ള എന്ത് സാധനവും നമുക്ക് വരുമെന്നുള്ള കാര്യം ജസ്റ്റ് പഠിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറയാനാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം ബന്ധങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഈ ആളുകളോട് ഇടപെടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ പറയേണ്ടതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ ഇടപെടുമ്പോഴും അവർ സംസാരിക്കുമ്പോഴും അവരിതൊന്നും ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഒരാൾ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അയാൾ പറയുന്നതെന്ന്. അയാളുടെ നേട്ടത്തിനോ അയാളുടെ ആവശ്യത്തിനോ അയാളുടെ ഒരു എന്താ പറയുക, നമ്മളെ ചൂഷണം ചെയ്യാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ആളുകളാണ് ഇവിടെ ഉള്ളവർ. എന്നിട്ട് അവർക്ക് ബന്ധങ്ങൾ പോരാ, അവനൊക്കെ അല്ലേ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ വേണം, ഈ പറഞ്ഞവന് വേണം, അവന് തിന്നണം കുടിക്കണം, അല്ലേ പിന്നെ ഈ പറഞ്ഞ സെക്സ് ചെയ്യണം, അല്ലേ കുറച്ച് കാശുണ്ടാക്കണം,
അതിനവൻ യൂട്ടിലൈസ് ചെയ്യാനോ അല്ല നമ്മളെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്കാനോ മാത്രം ഇടപെടുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഈ പറഞ്ഞവരാരെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ നോക്ക്. ഇങ്ങനെ ചെയ്യത്തില്ല. ഒരു പട്ടി അവിടെ കിടന്ന് കരഞ്ഞാലോ കിടന്നാലോ പോലും നോക്കത്തില്ല. ഒരു മൃഗത്തെ പോലും ജീവിതത്തിൽ ആശുപത്രി കൊണ്ടുപോയി കാണത്തില്ല. അല്ലെങ്കിൽ അതിന് വേനിച്ചോ ഇല്ലയോ പോലും അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കിളി ചിറകൊന്നൊടിഞ്ഞ് അവിടെ കിടന്നു അതിനൊന്ന് എടുത്തുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ ആശുപത്രി വരെ കൊണ്ടുപോകാൻ പോലും നോക്കത്തില്ല. തിരിഞ്ഞു പോലും നോക്കാത്തില്ല. എന്തിനാ ആദ്യം പറയുന്നത്? മനുഷ്യൻ അവിടെ വഴി കിടന്നാൽ നോക്കത്തില്ല. എന്നിട്ട് പറയാം എനിക്ക് റിലേഷൻഷിപ്പ് പറ്റുന്നില്ല, എൻ്റെ കുടുംബത്തിൽ എന്തോ ഒരു സുഖമില്ല. അതുണ്ടാകത്തില്ല. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മിനിമം വേണ്ട സാധനം ഞാൻ പറഞ്ഞു. അല്ലാതെ ഇത് വലിയ അങ്ങനെ അറ്റത്തെ കാര്യമല്ലോ. ഇനി കൂടുതലുണ്ട് പറയാൻ, ഒരുപാട് പറയേണ്ടി വരും. ഇത് ഏറ്റവും മിനിമം. വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കൂടെ ഇവരാരും ആശുപത്രി പോയിരുന്നിട്ടുണ്ടോ? സ്വന്തം വീട്ടുകാരല്ലാതെ, അല്ലെങ്കിൽ കൂട്ടുകാരോട് പോലും ഇരിക്കത്തില്ലെന്ന്. എന്നിട്ടാണ് പറയുന്നത്. നിവൃത്തിയോട് കൊണ്ടൊക്കെ ഇരുന്നാലായി. വല്ല ആക്സിഡൻറ്റ് ഒരു എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അതൊരു സുഖമില്ല അവർക്ക് അവിടെ ഇരിക്കുമ്പോൾ. മനസ്സിലായി? അല്ലാതെ അങ്ങോട്ട് ചോദിച്ച് ചെല്ലുന്ന ആൾക്കാരൊന്നും ഇല്ല. അല്ല നിങ്ങളൊരു ആശുപത്രിയിൽ ഒരാളെ കാണാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോരുന്നവരോട് ഞാൻ പണ്ട് കളിയാക്കുവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ പൈസയും കൊടുക്കണ്ട. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ആ ബൈസ്റ്റാൻഡർ ഒന്ന് വീട്ടിൽ വിടാനെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ? മനസ്സിലായോ? അതെങ്കിലും ചെയ്യും. എനിക്ക് പൈസ ചിലവൊന്നുമില്ല. നീയൊക്കെ വീട്ടിൽ പോയിട്ട് എന്തോ ചെയ്യുന്നത്? അത്ര തിരക്കുള്ളവരാണ് പോട്ടെ. ഇതൊന്നും ഇവിടെ ഒന്നും അങ്ങനെയുള്ളവരോടൊന്നും അല്ല ഞാനിത് പറഞ്ഞേക്കുന്നത്. പലരും വരും കാണാനൊക്കെ വന്നിരുന്നിട്ട്. എന്നാൽ പിന്നെ കുറച്ച് നിങ്ങൾ വീട്ടിൽ പൊക്കോ, നീ പൊക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. അല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ കാണാം. അതെ അങ്ങനെയല്ല, ഞാനിപ്പോൾ അയ്യോ അതെങ്ങനെയാ ഇതെങ്ങനെയാന്നൊക്കെ ചോദിക്കും. പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ സഹകരണത്തിൻ്റെ കാര്യത്തിലുണ്ട് ഇതൊക്കെ. അങ്ങനെ സഹകരിക്കാൻ പറ്റാതെ പോയിട്ട് സഹകരിക്കാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാക്കാൻ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോ റിലീജിയനോ അല്ലെങ്കിൽ ഇവർ പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യർക്ക് പറ്റാതെ പോയതാ. ഇടയ്ക്കാ പറ്റാതെ പോയത്. പണ്ട് ഇത് പറ്റുന്നുണ്ടായിരുന്നു. പണ്ടേ ആൾക്കാർ ഇങ്ങനെയല്ല. എല്ലാവരും പറയത്തില്ല പണ്ട് അവർ ഭയങ്കര കോപ്പറേറ്റീവാണ്. അല്ലാതെ പറ്റത്തില്ല. ഇപ്പോൾ അതല്ല. എല്ലാവർക്കും സൗകര്യങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ വക സാധനങ്ങൾ വിട്ടുപോയതുകൊണ്ട് അതിൻ്റെ പാരലലി നടന്ന സംഭവം ഇത്. അല്ലാതെ ഇതൊന്നും പഠിച്ചുണ്ടാക്കാനും പറ്റത്തില്ല. എത്ര ഇന്ന് പുസ്തകം പഠിക്കും? ഇതെല്ലാം അവിടെ പഠിച്ചു വെച്ചു. പഠിച്ചു വെച്ചിട്ട് ഇറങ്ങുമോ രാവിലെ എഴുന്നേറ്റ്? എന്നിട്ട് ഇളിച്ച് കാണിക്കും എല്ലാവരും ഇങ്ങനെ. എന്തുണ്ട് സുഖമല്ലേ? ഈ കളി അറിയത്തുള്ളൂ. ഇത് പഠിച്ചിട്ട് കാര്യമില്ല. ഇത് അങ്ങനെയല്ല പഠിക്കേണ്ടത്. പണ്ട് ഡിപ്രഷൻ കുറവായിരിക്കുള്ളൂ. കാരണം അവർക്ക് ഇത്രയും ചിന്തിക്കാനും പഠിക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാ. സഹകരിക്കുമല്ലോ ആൾക്കാർ. കൂട്ടുകുടുംബം അതങ്ങനെ എല്ലാവരും അങ്ങ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്കാർ ഒന്നിച്ച് നിൽക്കുന്ന ടൈപ്പാണ്. നീ ഇപ്പം ഇവിടെ നിന്ന് തന്നെ ഇപ്പം മലയോര ഗ്രാമങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ മൊറാലിറ്റി കണക്കാ അവിടെ. പക്ഷേ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അവർ ഭയങ്കരമായിട്ട് സഹകരിക്കും. വീടുകളിൽ നിന്ന് വീടുകളിലോട്ടൊക്കെ ചെന്നിട്ടേ. സിറ്റി വരുമ്പോഴേ ഈ പ്രശ്നം മൊത്തം. പക്ഷേ സിറ്റി ലൈഫ് ആ രീതിക്ക് നോക്കിയാൽ ബെറ്ററുവാ. മറ്റേന്ന് പറഞ്ഞാൽ ഉള്ള തരികട എല്ലാം കാണിക്കും. മറ്റേ വരുത്തുന്ന സിനിമ പോലെയൊക്കെ ആയി പോകും. മനസ്സിലായില്ല? അവർക്ക് അവരുടെ ഒരു ഇത് വിട്ടിട്ട് ഒരു ട്രൈബ് പോലത്തെ ഒരു സീനുണ്ട് അവിടെ. പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പാടാം. അതും അവരുടെ വേഷം അല്ലെങ്കിൽ പിന്നെ പറയണ്ട. പക്ഷേ അവരുടെ ഉള്ളിൽ ആ പ്രശ്നം കുറവായിരിക്കും. ഈ കടപ്പുറത്തെ സീനൊക്കെ കണ്ടിട്ടില്ലേ? സഹകരിക്കുന്ന ആൾക്കാർ. എന്നാൽ പറയുമ്പോൾ എന്താ കൊല്ലംകാർ ഭയങ്കര മോശക്കാരാ, പപ്പടത്തിന് വേണ്ടി അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ശുദ്ധഗതിക്കാരാ, അതുപോലത്തെ കച്ചറ കണക്കും. പക്ഷേ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കടപ്പുറത്തൊക്കെയുള്ള വീടുകൾ വലിയ പൈസ ഉള്ളവരൊന്നും അല്ല. മത്സ്യത്തൊഴിലാളികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഒന്നിച്ച് കൂടി ചിലപ്പോൾ അവർ തല്ലിക്കൊല്ലൊക്കെ ചെയ്യുന്നിരിക്കും. പക്ഷേ അതുപോലെ തന്നെ അവരൊന്നിച്ച് പ്രത്യേക രീതിയിൽ എല്ലാവരുടെ പൈസ എടുത്ത് കൊടുക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ചാ പോകുന്നത്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ പൈസ വരും. ഇതേ സാധനം അപ്പുറത്ത് വരും. ഇപ്പൊ അതല്ലാതെ ഭയങ്കര എന്താ പറയുക സേഫായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, നമുക്ക് വേറെ ആരുടെ സഹായം ആവശ്യമില്ല എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള അല്ല അങ്ങനെ ജനിച്ച് വളർന്ന് ജീവിച്ച അപ്പോൾ അധികം പേരോട് സഹകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെ അവരുടെ. മനസ്സിലായോ? എന്നിട്ട് പറ്റിപ്പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവർ പാരലായിട്ട് അവർക്ക് മിസ് ചെയ്തൊരു സാധനം ഈ സാധനം. മനസ്സിലായി? അവർക്ക് ആ സഹകരണം ഇല്ല. സഹകരിക്കാൻ പറ്റുന്നില്ല, പിന്നെ റിലേഷൻഷിപ്പ് ഇല്ലടോ, ആരോടും ഇല്ല. അതെന്തൊരു റിലേഷൻ, അതെന്തൊരു ബന്ധമാണ്? എന്തിനാ അങ്ങനെ ഒരു മനുഷ്യനോട് വന്നിരിക്കുന്ന? ഇങ്ങനെ ഒരാൾ വന്നിങ്ങനെ ഇരിക്കുമോ? ഒരു കാര്യമില്ല, ഒരു പ്രയോജനം. എല്ലാവർക്കും പ്രയോജനം വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ ആയി പോയി. അപ്പോൾ അവിടെ പറ്റിയതാ ഇത്. അല്ലാതെ ഇത് ശരിയാക്കാനായിട്ട് ഇനിയിപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് കുറേ പഠിച്ചിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനുള്ള ടെക്നിക്കുകളും പൊടിക്കൈകളും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയാൽ ആൾക്കാർ പിടിക്കും. മനസ്സിലായി? പറയും അവർ, നീ ഈ നമ്പറും കൊണ്ടാണോ വന്നേക്കുന്നതെന്ന് ചോദിക്കും. മനസ്സിലായി? പഠിച്ചിട്ട് ഇടപെടുന്നത് കണ്ടറിയരുത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് തിരുത്താനായിട്ട് ഇനിയിപ്പോൾ കുട്ടികളെ അവിടെ തൊട്ട് പഠിപ്പിക്കേണ്ടി വരും. മറ്റു രാജ്യങ്ങളൊക്കെ സ്കൂളിലൊക്കെ പട്ടിയും പൂച്ചയൊക്കെ ഇവിടെയൊക്കെ മര്യാദയ്ക്ക് ഇടപെടാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടി വരും. കാരണം അതല്ല ഈ ടൈപ്പ് ഒരു സൊസൈറ്റിയിൽ നിന്ന് ജനിച്ചു വളർന്നവരുടെ ഐഡിയാസും എല്ലാം അവരുടെ തോട്ട്സും ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ല? അവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ വേറെ ആയിരിക്കും. അവർ ഈ സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യരുടെ തോട്ട്സാണ് കൂടുതൽ ഇതിനകത്ത് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് എന്താ അതുകൊണ്ടുള്ള ഗുണം ആർക്കാന്ന് വെച്ചാൽ അതല്ല ഇവർക്കാ ഗുണം. ഇവർക്കാ ഗുണം. എല്ലാം നല്ലതാന്ന് പറഞ്ഞാൽ അതെന്താ? ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ സൂപ്പറാ എന്ന് തോന്നി അവിടെ ഇരുന്നോണമെന്ന്. അപ്പൊ എന്താ പ്രയോജനം? അവൻ്റെതിനകത്തിരിക്കും നമ്മൾ. മനസ്സിലായി? അവൻ്റെ കൈപ്പെടുക. അല്ലാതെ ഇവിടെ നമുക്ക് വേറൊരാളും എന്താ പറയുക സഹകരിക്കാൻ പോലും ഇല്ലാതാക്കി കളയുന്നവർ. ഞാൻ കണ്ട ഫീഡ്സ് ഒക്കെ പ്രശ്നമാണ്, വലിയ വിഷയമാണ് ഫീഡ്സ്. അതൊരു വശത്ത്. ഞാനപ്പോൾ പലരോടും കണ്ടപ്പോൾ പറഞ്ഞാൽ നിനക്ക് ഈ ഫീഡിന് ഉദ്ദേശം എന്ന് പറഞ്ഞൊന്ന് അന്വേഷിക്കണം. നിന്നെ നന്നാക്കലല്ല,
അവൻ്റെ അടുത്ത് എന്നും ചെന്ന് നോക്കണം, അല്ലെങ്കിൽ ഇവിടെ പെടണം. അവൻ അതാണ് പൈസ. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം തള്ളിക്കൊണ്ടേ ഇരിക്കുക. നിന്റെ അടുത്തോട്ട് വരുന്നത് നിനക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സാധനം മാത്രമാണെങ്കിൽ അത് ശരിയല്ല. അത് ശരിയല്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടായി ഉടനെ അതിനനുസരിച്ച് സാധനം തള്ളിക്കൊണ്ടിരിക്കും. നിനക്ക് വിഷമം ഉണ്ടായി ഉടനെ കൂട്ടി തരും. എന്താ കാര്യം? നീ അങ്ങനെ നീ ഇതിനകത്ത് ഇരിക്കുന്നുള്ളൂ. മനസ്സിലായോ? നീ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കുറേ തള്ളി തരുന്നതിൽ കാര്യമില്ല. എത്രയോ പേര് ഇപ്പോൾ പിള്ളേർ പോസ്റ്റ് തുടങ്ങിയെന്നറിയോ? അത് എനിക്ക് സങ്കടം വന്നിരുന്നപ്പോൾ ഉടനെ അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ ഇങ്ങനെ വരുക. പിന്നെ ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നേ ഒഴിവായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്നൊന്നും ഒഴിവാണ്ട. ജസ്റ്റ് ആ ഫീഡ്സ് ബ്ലോക്ക് ചെയ്യുക, അൺഫോളോ ചെയ്യുക, ഈ മാതിരി പോസ്റ്റ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് അടിച്ചു കൊടുക്കുക. സംഭവം ഒരുപാട് കാര്യങ്ങൾ നന്നായി കിട്ടും. അപ്പോൾ ബന്ധങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ആളുകളോട് സഹകരിക്കുക, സന്തോഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തന്നെ ഇരുന്നങ്ങ് ഉണ്ടാക്കൽ അല്ല. അതിന് ചിലപ്പോൾ മഴയൊക്കെ കൊള്ളേണ്ടി വരും. ചിലപ്പോൾ കടലിലോട്ട് ഇറങ്ങി ഇങ്ങനെ തിരയൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കേണ്ടി വരും. തിരയെ തിരിച്ചടിക്കേണ്ടി വരും. അതുപോലെ കാക്കയോ പൂച്ചയോ പട്ടിയോ കാണുമ്പോൾ അതിനോടൊക്കെ ഒന്ന് സംസാരിക്കേണ്ടി വരും, ഒന്ന് തൊടേണ്ടി വരും. മനസ്സിലായില്ലേ? തൊടുക. തൊടുമ്പോൾ ഒരു സുഖമാണ്. നമുക്ക് സുഖം കിട്ടുന്നിടത്തോട്ട് മാത്രമേ നമ്മൾ തൊടത്തുള്ളതേ ഉള്ളൂ. എന്നാൽ പട്ടിയെ തൊടുന്നത് ഒരു വൃത്തികെട്ട പോലെ പലർക്കും തോന്നുന്നത്. ഒരു പൂച്ചയൊക്കെ തൊടണം, ഇങ്ങനെയൊക്കെ തടവണം, അപ്പോൾ കാണാം. എന്നെ ഒരു സമയത്ത് പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ഇഷ്ടമുള്ളതാണ്. നാട്ടുകാർക്കൊന്നും എന്നെ ഇഷ്ടമല്ല. ഞാൻ നോക്കിയപ്പോൾ കൂട്ടുകാർക്ക് താല്പര്യമുണ്ട്. പിന്നെ ഇഷ്ടമുള്ളത് പട്ടിയും പൂച്ചയൊക്കെ. ഞാൻ നോക്കിയപ്പോൾ അതും അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നോട്. അവരെന്നെ കാണുമ്പോൾ ഓടുവോ, പേടിച്ചോടുവോ, കടിക്കാൻ വരുമോ, ഒന്നും ചെയ്തിട്ടില്ല ഇന്നേ വരെ. ചിലവന്മാരെ കാണുമ്പോൾ കടിക്കാനായിട്ട് ഓടി. അത് ഞങ്ങൾക്ക് ദേഷ്യം വരും ഇവരെ കാണുമ്പോൾ. ഇപ്പോൾ സമൂഹത്തിൽ മാന്യനും സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായിരുന്നു അയാൾ. പക്ഷെ എന്തോ അതുവഴി പോകുന്ന പട്ടികൾ കാണുമ്പോൾ കുറയ്ക്കുവാന്ന്. ശരിയെന്നാ.